അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് വളരെ ക്ലിയർ ആണ്. അത് മേ ബി കൈൻഡ് ഓഫ് മണി പവർ ആവും, മേ ബി ഇൻഫ്ലുവൻസ് ആവും. എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സജീർ പറയുന്ന കാര്യങ്ങൾ. അതിലൊരു തെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇവര് ഇത് എല്ലാം മുക്കി. നിന്നെ ഉപയോഗിക്കാൻ ഒരാളുടെ മുന്നിൽ നീ നിന്ന് കൊടുക്കരുത്. അത് എത്ര വലിയ ആളാണെങ്കിലും. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഡയറക്ടർ രഞ്ജിത്ത്, ഇടവേള ബാബു. നല്ല നിലയിൽ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം ചവിട്ടി താഴ്ത്താൻ നോക്കുക എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഞാൻ ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ സംഭവം. ഹൗ മച്ച് യു വാണ്ട്? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്ര പൈസ വേണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഇടവേള ബാബുവിനെതിരെ കേസ് കൊടുക്കാണ്ടിരുന്നത്? അപ്പം അമ്മയുടെ സംഘടനയിലെ ഒരു മെമ്പർ കൂടിയാണ് ഈ ഇടവേള ബാബു. കുറച്ച് ഒരു സെക്ഷൽ തോട്ടുള്ള സംസാരമായിരുന്നു. എല്ലാം പറയുന്നതിലൊരു പരസ്പര വിരുദ്ധത ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നെഗറ്റീവ് കമന്റും കാര്യങ്ങളുമായിട്ട് വരുന്നത്. ഇനിയും ആൾക്കാർ എന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മേ ബി ഐ വിൽ ഡു സംതിങ്. എൻ്റെ ഉമ്മാനെ പോലും എൻ്റെ വീട്ടുകാർ കാണാൻ സമ്മതിച്ചിട്ടില്ല. മീഡിയയിൽ ഇതിൽ കണ്ടതാണ് നേക്ഡാക്കി ഫോട്ടോസ് എടുത്തു നടിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള കാര്യം. അതിൻ്റെ ഭയാനകമായ വേർഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോറിയിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ പിന്നെ അയാളെ ഫേസ് ചെയ്യാൻ തന്നെ നമുക്കൊരു പേടിയായിരിക്കും. അങ്ങനെ ഫേസ് ചെയ്ത ആൾക്കാരെയും സ്റ്റിൽ ഒരു ചെറിയ അനുഭവം ഉണ്ടായ ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സജീർ പറയുന്ന കാര്യങ്ങൾ. ഈവൻ കൗൺസിലിങ്ങിന് പോലും പോയില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് ഞാൻ താമസിച്ചിരുന്നത് എന്നെ പഠിപ്പിച്ച ഒരു പിന്നെ അവരെൻ്റെ മദറല്ല, ബട്ട് എന്നെ അഡോപ്റ്റ് ചെയ്തിട്ടും അല്ല, പക്ഷെ ഞാൻ അവരെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. ഞാൻ അവരുടെ അടുത്താണ് ഇത് തുറന്നു പറയുന്നത്. സോ ഷീ സ്ലാപ്ഡ് മീ. ഐ സെഡ് ഷീ സ്ലാപ്ഡ് മീ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അഡ്വൈസ്, നിന്നെ ഉപയോഗിക്കാൻ ഒരാളുടെ മുന്നിൽ നീ നിന്ന് കൊടുക്കരുത്. അത് എത്ര വലിയ ആളാണെങ്കിലും. ഷീസ് ടോൾഡ് മീ ദാറ്റ് വെരി ക്ലിയർ. എനിക്കിപ്പോഴും അത് ഓർക്കാം അവർ പറഞ്ഞ കാര്യം. അപ്പം ഞാൻ വിഷമത്തോടെ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അഡ്വൈസുകളുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഇത് പുറത്ത് ഇനി പറഞ്ഞാൽ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞിട്ട് ആരാ ഇത് വിശ്വസിക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് തന്ന കുറച്ച് അഡ്വൈസസ് ഞാൻ എൻ്റെ ആ ഒരു മെൻ്റൽ എൻ്റെ ആ ട്രോമയെ കുറച്ചെങ്കിലും ഒന്ന് മൈൻഡ് ഒന്ന് ശരിയാക്കിയെടുത്തത് മമ്മയാണ്. അപ്പം മമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും നീ പോവരുത്, ഇനി ഒരിക്കലും പോവരുത്. എന്നിട്ട് ഈവൻ എൻ്റെ അടുത്ത് കുറച്ച് ദിവസം മിണ്ടിയിട്ട് പോലുമില്ല ഞാൻ ഈ കാര്യം പറഞ്ഞു. അന്ന് ഞാൻ ചിലപ്പം എൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പാരൻസ് സറൗണ്ടിങ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വളർന്നു വന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ട്രോമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ സാധാരണ പാരൻസ് ഉള്ള കുട്ടികൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയല്ല അവർ ചിന്തിക്കുക. അവർക്ക് ഇതൊക്കെ ഓൾറെഡി അവിടെ നിന്നും പല ചൂഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എന്നാൽ പോലും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടായിരിക്കണം ഞാൻ അത് സർവൈവ് ചെയ്തത്. പക്ഷേ അതെൻ്റെ മനസ്സിലൊരു ഹോണ്ടിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനത് തുറന്നു പറഞ്ഞത്. എനിക്കിപ്പോൾ തുറന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ആരെ പേടിക്കണം എന്നുള്ളൊരു തോട്ടായിരുന്നു അന്ന് എനിക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇപ്പം പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ലൈംലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് സജീർ ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ? ഒരിക്കലുമില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ, റോഷൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു ആഗ്രഹം അന്നും എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ലൈംലൈറ്റ് ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിൽ പല പ്രോഗ്രാംസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ലൈംലൈറ്റ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിനു വേണ്ടി ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ഇത് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഐ ഫീൽ ദാറ്റ് ഐ എം പ്രൗഡ് ദാറ്റ് അയാളുടെ പദവി അല്ലെങ്കിൽ അയാളുടെ പ്രൊഫൈൽ അയാളുടെ ഒരു പദവിയെ അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരാളെ ഉപദ്രവിച്ചിട്ട് ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരും പറയണ്ട, ഇതിൻ്റെ പിന്നിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, പർപ്പസ്ഫുള്ളി ചെയ്തതാണ്, ഒരിക്കലും അല്ല.
അത് പറയാൻ കാരണമുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് മിന്നു മുനീർ എന്ന് പറയുന്ന ആളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് പുറത്തു വന്ന് ഒരുപാട് നടന്മാർക്കെതിരെ അലിഗേഷൻ ചെയ്തു. ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടനെതിരെ ചെയ്തതിന് മീൻസ് അലിഗേഷൻ പറഞ്ഞതിന് അറസ്റ്റ് ആവുകയും ചെയ്തു. സോ ഇതിങ്ങനെ കൂട്ടം കൂടി നിങ്ങൾ ഒരുപാട് പേര് നല്ല നിലയിൽ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം ചവിട്ടിത്താഴ്ത്താൻ നോക്കുക എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് സജീവന് പറയാനുള്ളത്? ഈ മിനു മുനീർ എന്ന് പറയുന്ന ആള് ഒരാളെക്കുറിച്ച് രണ്ടാളെക്കുറിച്ചും അല്ല പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആക്ടേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സ്. ഞാൻ അങ്ങനെ ആരെയും ഇതിന് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഡയറക്ടർ രഞ്ജിത്ത്, ഇടവേള ബാബു. ഇടവേള ബാബുവിന്റെ അടുത്തൊന്നും മോശം അനുഭവം അദ്ദേഹമായിട്ട് ഫിസിക്കലായിട്ട് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് ബൈ ചാറ്റ് ഞാൻ അന്ന് ഞാനത് തുറന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഈ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് കുറേ കാലത്തിന് ശേഷം ഞാൻ ഇടവേള ബാബുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് ഈ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് നിന്നെ കാണാൻ പറ്റുമെന്നാണ്. ഹി വാസ് ആസ്ക്ഡ് മീ ദ സെയിം തിങ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മറ്റുള്ളവരിപ്പം ഞാനത് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. മറ്റൊന്നിനുമല്ല, നമ്മൾ ചില ആളുകൾ ചിലപ്പം നുണകൾ പറഞ്ഞു പരത്തും, അല്ലെങ്കിൽ ഇതുപോലെ വലിയ പദവിയിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അതിലെനിക്ക് എവിടെയും എനിക്ക് ഒരാളെ മുമ്പിലും എനിക്ക് അതിനൊരു ഷാഡോ വെക്കണ, ഒരു മറ വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനത് ഇത്രയും വലിയൊരു ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞാലും ഭാവിയിൽ എനിക്കത് എൻ്റെ ലൈഫ് ത്രെറ്റനിങ് വരെ സംഭവിക്കാം. പക്ഷെ ഞാൻ അതിനൊന്നും പേടിക്കാതെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ട്രൂത്ത്. സോ ലൈഫ് ത്രെറ്റനിങ് വരും എന്നുള്ളൊരു പേടി കൊണ്ടാണോ പുറത്ത് പറയാണ്ടിരുന്നത്? ആ സമയത്തല്ല, ഒരിക്കലും അല്ല. പക്ഷേ അറിയാം, ഇത്രയും വലിയൊരാൾ, ഫിനാൻഷ്യലി ഹൈ വോളിയം, ഫിലിം ഇൻഡസ്ട്രിയിൽ അത്രയും ഹാൻഡുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒബിയസ്ലി ഇപ്പോൾ അദ്ദേഹം എന്നെ ചെയ്യും. കാരണം അദ്ദേഹം ഓൾറെഡി ഹാവിങ് സം ലിവർ ക്ലിയറോസിസ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണെന്ന് കേട്ടു. സോ ഇത് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഇനി എന്നോട് അങ്ങനെ ചെയ്യൂ. കാരണം അദ്ദേഹത്തിന് അറിയാൻ സത്യം എന്താണെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പേടിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഹീ വിൽ ഗോയിങ് ടു ത്രെറ്റനിങ് മീ ഓർ സംതിങ്, ഹിറ്റ് മീ ഓർ എന്ത് വേണമെങ്കിലും, ഞാൻ ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു തരത്തിലുള്ള ലൈഫ് ത്രെറ്റനിങ്ങും സംവിധായകൻ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലെന്നാണ് സജീർ പറയുന്നത്. ഒന്നും വന്നിട്ടില്ല. എനിക്ക് കോൾസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു വിഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഞാൻ കുറച്ച് എല്ലാ മീഡിയാസിനെയും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. അപ്പോൾ ഓൾറെഡി ഇത് കേരളത്തിൽ മൊത്തം, കേരളമല്ല ഓൾ ഓവർ ഇത് എല്ലാ സ്ഥലത്തും ഇത് റിലീസായി. ഞാൻ പറഞ്ഞ കാര്യം ടെലികാസ്റ്റ് ആയി കഴിഞ്ഞ അന്ന് ഈവനിങ് തന്നെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ 2 പേര് ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അന്ന് അവർ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്ന്, അവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സ്റ്റോപ്പ് ചെയ്യണം. വാട്ട് യു സെഡ്, we need to you withdraw the case, how much you want. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എത്ര പൈസ വേണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ്. ഹൗ മച്ച് ഹി വോണ്ട് എന്ന് പറയുന്നതിലല്ല. അതെങ്ങനെ കേസിൽ അദ്ദേഹത്തിന് ഇതാവാൻ പറ്റും, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇടവേള ബാബുവിനെതിരെ കേസ് കൊടുക്കാണ്ടിരുന്നത്? അപ്പോൾ ഫിസിക്കലി എനിക്കും അദ്ദേഹത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഫിസിക്കലി എന്ന് മാത്രമല്ലല്ലോ, നമ്മളോട് ചാറ്റ് ചെയ്ത് പറയുന്നതും ഒരു തരത്തിലൊരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പരാതി കൊടുക്കാതിരുന്നത്? ഞാൻ ഈ ഒരു രഞ്ജിത്തിന്റെ കാര്യം പറഞ്ഞപ്പം ഇതെന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്ന് ചോദിച്ചല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് സിനിമാ മേഖലയിൽ അമ്മയുടെ സംഘടനയിലെ ഒരു മെമ്പർ കൂടിയാണ് ഈ ഇടവേള ബാബു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ക്യാൻ ഐ സീ യു എന്നാണ്, എന്നെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചത്. അത് എന്ത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാറ്റ്സ് അന്ന് ആ സമയത്ത് എന്നോട് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് ഒരു സെക്ഷൽ തോട്ടുള്ള സംസാരമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പം എല്ലാം ഏകദേശമൊക്കെ ആളുകൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് ഞാൻ ഈ മീഡിയാസിന് മുമ്പിൽ മൊത്തം ഇത് പറയുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവർ വിളിച്ച് ചോദിക്കേണ്ടത് അത് അവരുടെ മേധാവികൾ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഇഷ്യൂവിന് ശേഷം രഞ്ജിത്തുമായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലെങ്കിലും രഞ്ജിത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ,
അപ്പം ഒരു തരത്തിലുള്ള ഭീഷണിയും കാര്യങ്ങളും ഒന്നും നേരിട്ടിട്ടുമില്ല, രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം പറയാൻ വൈകിയത്? അതാണ് ഞാൻ സ്റ്റിൽ ചോദിക്കുന്നത്. മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളുടെ ഏജ് ഓഫ് 19 ഏജ് ഓഫ് 27 തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ മെച്യൂരിറ്റി ലെവൽ അന്നത്തെ എൻ്റെ സാഹചര്യം അപ്പോൾ എന്നോട് ഇപ്പോൾ 27 ഇയേഴ്സ് ഇപ്പോൾ 28 കഴിഞ്ഞു. 28 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ സംഭവം നടക്കുന്നത് 2012 എന്നാണ് പറയുന്നത്. എന്താണ് ആ ഒരു ഇതിലൊരു പരസ്പര വിരുദ്ധത? കാരണം സംഭവം നടക്കുന്നത് 2012, അന്ന് 19 ആണെന്നുണ്ടെങ്കിൽ സജീർ നിന്ന് 28 ആയാൽ പോരാ. ഇല്ല, 29 കഴിഞ്ഞ് ഓവറായി. അത് എല്ലാം പറയുന്നതിലൊരു പരസ്പര വിരുദ്ധത ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നെഗറ്റീവ് കമന്റും കാര്യങ്ങളുമായിട്ട് വരുന്നത്. നോ പ്രോബ്ലം. അത് ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നും പിന്നെ എൻ്റെ ഏജ് 19 എന്ന് പറയുന്നത് 20 ഓർ 19 or 18 ബിലോ അല്ലെങ്കിൽ 18 ബിറ്റ്വീൻ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ എന്തായാലും അന്ന് ആഫ്റ്റർ 18 ആണ്, +2 കഴിഞ്ഞിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ദാറ്റ് വാസ് 19 or 20. അതിലെനിക്കൊരു ഇതില്ല. പക്ഷെ ഞാൻ പറയുന്ന ചില ഡേറ്റ്സ് നിങ്ങൾ നോക്കണം. 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ റിലീസിങ് ആ സമയം. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംവിധായകനുമായി ബന്ധമുള്ള ഒരു ആക്ട്രസിനെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പുറത്തുള്ള എനിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കണക്റ്റായി, എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഈ 2012 ബാവുട്ടിയുടെ നാമത്തിൽ അതിപ്പോ പഴയ ഇന്റർവ്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് അവരെ പറയുന്നുണ്ട്. ഞാൻ കുറെ ഇന്റർവ്യൂസ് അവരുടെ പഴയ കണ്ടിട്ടുണ്ട്. അതിൽ ഓൾറെഡി പറയുന്നുണ്ട് ഈ ഒരു ആക്ട്രസ് ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അതൊന്നും റിസർച്ച് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ എൻ്റെ ഡേറ്റ്സ് കൊടുത്തു. ഇപ്പം പോലീസ് മേധാവികൾക്കൊക്കെ ഞാൻ അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ കോഴിക്കോടാണ് നടന്നത്. ഞാൻ അവിടെ പോയ കാര്യങ്ങളെല്ലാം അവർക്ക് ഞാൻ ആ ലൊക്കേഷൻ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഏത് സിനിമ ലൊക്കേഷനിൽ ഞാൻ പോയ സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ക്ലാഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ എൻ്റെ ഏജിൻ്റെ വ്യത്യാസം. പക്ഷെ ഞാൻ അന്ന് പോയ സമയത്ത് എനിക്ക് എന്തായാലും 21 മുകളിലായിട്ടില്ല, അതെനിക്ക് ഷ്യൂറാണ്. ബിറ്റ്വീൻ ഞാൻ ഇനി ഡേറ്റ് എത്ര പറഞ്ഞാലും എൻ്റെ ഏജും എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോയ സമയം എപ്പോഴാണെന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ഈ ഒരു ആക്ട്രസിനും ആ സമയത്ത് ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞപ്പോൾ തന്നെ ഫുൾ നേക്ഡായിട്ട് നിന്ന് ഫോട്ടോ പോസ് ചെയ്യാനുള്ളൊരു? അല്ല, അങ്ങനെ തന്നെയാണ്. അല്ല, വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടു തുണി അയച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ വേറൊരു മീഡിയയില് ഇതിൽ കണ്ടതാണ് നേക്ഡാക്കി ഫോട്ടോസ് എടുത്തു നടിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള. ഞാൻ ഷർട്ട്ലെസ് ആയിരുന്നു. ഞാൻ ഷവർ ചെയ്ത് കഴിഞ്ഞിട്ട് ടവൽ ടൈറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നും എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഫുള്ളി നേക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ടവൽ കെട്ടിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പിക്ചേഴ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് പ്രൈസിങ് മീ ലൈക്ക് ഇറ്റ് വാസ് വെരി നൈസ് പിക്ചേഴ്സ്, സോ ഐ വോണ്ട് ടു ഷെയർ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഈ ഒരു ആക്ട്രസിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ആക്ട്രസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള കോളോ മെസ്സേജോ സജീർ ഒന്നും വന്നിട്ടില്ല. അവരൊരു ചാനലിൽ ഒരു മുംബൈയിലെ ഒരു മാധ്യമത്തോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പയ്യനെ അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവരെ കാണാനോ സംസാരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് ഹോണ്ടിങ് മീ മൈ മൈൻഡ്. ഓക്കെ, പിന്നെ ഇത് അറിയുന്ന 3 പേരേ ഉള്ളൂ. ഒന്ന് ദൈവം, പിന്നെ രഞ്ജിത്ത്, പിന്നെ ഞാൻ. ഈ 3 പേർക്കും അറിയാം സത്യം എന്താണെന്ന്. അതുകൊണ്ടായിരിക്കണമല്ലോ എന്നെ പണം ആവശ്യം വേണം, പണം നിനക്ക് ആവശ്യമാണ്, അതിന്റെ ഒരു പ്രൂഫോ കാര്യങ്ങളോ. അതായത് ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് പണം തരാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു കോളിന്റെ പ്രൂഫോ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കോളിന്റെ പ്രൂഫ്, അതെ, എൻ്റെ കയ്യിൽ കോളിന്റെ പ്രൂഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ച ആൾക്കാരാരെന്ന് കൊടുത്തിട്ടുണ്ട്. അവരും ഈ രഞ്ജിത്തുമായുള്ള ബന്ധം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പോലീസ് മേധാവികൾക്ക് കൊടുത്തിട്ടുണ്ട്. CCTV ഫൂട്ടേജ് വരെ. അഥവാ എന്നെ വിളിച്ചു വരുത്തി ഇതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞ ഹോട്ടൽ ട്രിപ്പൻഡ കാലിക്കറ്റിൽ അവരെ ബോർഡിംഗ് റൂമിൽ അഥവാ മീറ്റിംഗ് റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സോ അവർ ആ CCTV ഫുട്ടേജ് കാലിക്കറ്റ് നടക്കാവ് പോലീസ് അവരെ ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്.
സോ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇവര് ഇത് എല്ലാം മുക്കി കേസ് റദ്ദാക്കി വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ സംസാരത്തിൽ വന്ന ചില വൈരുദ്ധ്യങ്ങൾ അഥവാ ഡേറ്റ്സ് അത് എൻ്റെ കാര്യങ്ങൾ കൂടി അവർ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ പറഞ്ഞത് ഏത് രീതിയിൽ എല്ലാം പറഞ്ഞത് അവർ അതിലൊരു തെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, ഇത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അഥവാ ഓൾഡ് എയർപോർട്ടും ന്യൂ എയർപോർട്ടും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ ചാനൽസിൻ്റെ അടുത്തും പറഞ്ഞതാണ്. ഓൾഡ് എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടിനടുത്തെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും ഓർമ്മ വന്നത് അന്ന് രഞ്ജിത്ത് എന്നോട് വരാൻ പറഞ്ഞത് പഴയ എയർപോർട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. HCL അങ്ങനെ എന്തോ ആണ് എയർപോർട്ടിൻ്റെ പേര്. അവിടെ റെസിഡൻസി റോഡിൽ താജിലാണ് ഞാൻ പോയത്. ഈവൻ എനിക്ക് ഏറ്റവും വിഷമം വന്ന ഒരു കാര്യം, ഈ ബാംഗ്ലൂർ പോലീസ് എന്നെ ആ എവിഡൻസിന് കൊണ്ടുപോയിട്ട് ആ സ്ഥലങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് ആ സ്ഥലത്ത് വെച്ച് എന്നെ ഫോട്ടോ എടുത്തു. ആ ഏരിയാസ് ഞാൻ പോയ പിന്നിലൂടെയുള്ള വഴി, ആ സ്റ്റെയർ കേസ് വരെ കയറി ഞാൻ അവിടെയൊക്കെ പിക്ചർ എടുത്തിട്ട് പിന്നെ ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞ ഹോട്ടലും വേറെയാണെന്ന്. ഞാൻ ആ യശ്വന്ത്പൂർ ഇവർ പറഞ്ഞ 2016 ആ ഹോട്ടലിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് ഞാൻ ഏത് ഹോട്ടലിലാണോ രഞ്ജിത്തിൻ്റെ കൂടെ നിന്നത് ആ ഹോട്ടലിലാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും സജീറിൻ്റെ അടുത്തില്ല. ഞാൻ അവരവിടെ ഫോട്ടോസ് എടുത്ത് വെച്ചപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് എല്ലാം അവർ ആൽബം ഒരു കേസ് ഫയലിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുമല്ലോ. അപ്പം ഞാൻ അതിനൊരു ഫോട്ടോ എടുത്തപ്പോൾ അയാൾ എൻ്റെ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു ഒറ്റ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഐ എം വെരി ഷുവർ ദർ ഈസ് സംതിങ് ഹാപ്പൻഡ്. അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് വളരെ ക്ലിയർ ആണ്. അത് മേ ബി കൈൻഡ് ഓഫ് മണി പവർ ആവും, മേ ബി ഇൻഫ്ലുവൻസ് ആവും, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പ്രോസിക്യൂഷൻ ഞാനൊരു വക്കീലിനെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം എനിക്ക് ആരും വാദിക്കാനോ പറയാനോ ഇല്ല, ഒരു പ്രോസിക്യൂട്ടറും എന്നെ വിളിക്കുന്നില്ല. അപ്പം നോക്കിയപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് 1 lakh ആണ്. സോ വേർ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ആഫ്റ്റർ ഈ ഒരു പ്രശ്നം നടന്നിട്ട് 9 മാസം 10 മാസം കഴിഞ്ഞു. ഇതുവരെ എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്ത ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ട്രാവൽ ഡെസ്ക് സൂപ്പർവൈസറായിട്ടും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഈ പ്രശ്നം പറയുമ്പോൾ ഞാൻ ലോബി മാനേജറാണ് ട്രിപ്പൻഡ ഹോട്ടലിൽ. അവിടെ നിന്നാണ് എൻ്റെ പണി പോയത്. അതിനുശേഷം ഒരു സ്ഥലത്തും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൺലി ദിസ് റീസൺ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി പറഞ്ഞ് എൻ്റെ ലൈഫ് തകർക്കാനോ? എന്താണ് ഇതിന് എനിക്ക് ലാഭം? ഈ ഒരു സംഭവം ഈ ഒരു കേസ് റദ്ദാക്കി എന്ന് പറയുന്ന സമയത്ത് ദുബായിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജോബായിരുന്നു. ഞാൻ ജോബ് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ വിസിറ്റിന് 2-3 വട്ടം ഞാൻ വിസിറ്റിന് പോയി. എനിക്ക് ജോബ് ഈവൻ ദുബായിൽ പോയിട്ട് പോലും അവിടെ മലയാളി മാനേജ്മെൻറ്റ് ആരാണോ അവിടെ HR അവർക്ക് എന്നെ മനസ്സിലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊരു ടോക്കാവും നിന്നെ ജോലിക്ക് എടുത്താൽ ആൾക്കാർ നിന്നെ കാണാൻ വരിക, ആൾക്കാർ നിന്നെ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു മനുഷ്യനല്ല, എനിക്ക് ജീവിക്കണ്ടേ? എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലും എൻ്റെ വീട്ടുകാർ കാണാൻ സമ്മതിച്ചിട്ടില്ല. അത്രത്തോളം എൻ്റെ ബ്രദർ എന്നെ വീട്ടിലേക്ക് കേട്ടാതെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അവന് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു, ഉമ്മനെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് താമസം? ഇപ്പം ഞാൻ കോഴിക്കോടാണ്. ഞാൻ തനിച്ച് ഒരു ലീസിന് ഒരു വീട് എടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ആ വീട് എടുക്കാനും കൂടി പൈസ ഇല്ലായിരുന്നെങ്കിൽ കുടുംബക്കാരെല്ലാവരും കൂടി സത്യം പറയുകയാണെങ്കിൽ ഒരു സൂയിസൈഡ് തോട്ടിലേക്ക് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ ബ്രദർ സിസ്റ്ററെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തു വാട്സപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ പിന്നെ എന്നെ റിമൂവ് ചെയ്തു. പിന്നെ തറവാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന്. ഞാൻ എങ്ങോട്ട് പോവും? ഞാൻ ചെയ്തത് എന്താ തെറ്റ്? ഇവരാരും എന്നെ അന്ന് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് എനിക്കറിയാം. ഒരു നല്ല ഫാമിലിയിലുള്ള ഒരു കുട്ടീനെ ഒരു ഡയറക്ടർ വിളിച്ചാൽ എന്തായാലും വീട്ടിലെ പാരൻസിനോട് ഷെയർ ചെയ്യും അല്ലേ? സോ ഒബ്വിയസ്ലി ഷെയർ ചെയ്യും. എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അവരെന്ത് പറയും, ഞങ്ങളും വരാം കൂടെ എന്ന്. അങ്ങനെയൊന്നും എനിക്കൊരു കെയർ കിട്ടാത്തൊരു പയ്യനായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി പെട്ടതെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്. എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനൊരു അബദ്ധം വരില്ലായിരുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദിവസവും ഞാൻ ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പറയുക. കാരണം എല്ലാവരും എന്നെ ഒഴിവാക്കി, ഇനി ആരും എന്നെ ഒഴിവാക്കാനില്ല. മരണത്തിൻ്റെ ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് എല്ലാവരും കൂടി എന്നെ തള്ളി കൊണ്ടുപോവാ, നീ പോയി മരിക്കുക, എന്നാലെങ്കിലും ഞങ്ങൾക്ക് ഫൈനലി വിയർ വിൽ ബി ഹാപ്പി. പക്ഷെ ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ മരിക്കേണ്ട ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കായി. എനിക്ക് കൂടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും പോയി, ആരുമില്ല ഇപ്പോൾ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു ടെൽ, ബട്ട്
ഇനിയും ആൾക്കാർ എന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മേ ബി ഐ വിൽ ഡു സംതിങ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് സോ അത്രയും വിഷമത്തോടെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ, നമുക്ക് എന്താ പറയുക, ആരുമില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാം, ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സുഖം. പക്ഷെ അതിൻ്റെ ഭയാനകമായ വേർഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി കേസിന് അപ്പീലായിട്ട് പോകുന്നുണ്ടോ സജീർ? ഞാൻ അപ്പീലായിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ ഐ എം നോട്ട് ഫിനാൻഷ്യലി വെൽ. ഞാൻ അങ്ങനെ, എനിക്ക് ഫിനാൻഷ്യലി അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പീലിന് പോവാൻ ഞാൻ ഇപ്പോഴും പറയാണ്, ആർക്കെങ്കിലും എന്നെ ലീഗലി എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ സ്റ്റിൽ റെഡി ടു ഫേസ്. ചില മാധ്യമങ്ങൾ പറയുന്നു ഈ രഞ്ജിത്തിൻ്റെ കേസ് റദ്ദാക്കിയതോടെ ആ പയ്യനെയും കാണുന്നില്ല, പയ്യൻ പറയാനുള്ള കാര്യങ്ങൾ പയ്യൻ അന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, ഇപ്പോൾ പയ്യനെ കാണുന്നില്ല, പയ്യന് ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നില്ല. അതൊന്നും അല്ല. എനിക്ക് എവിടെ എനിക്ക് പറയാനൊരു പോസിബിലിറ്റി ഉണ്ടോ, ഞാൻ അവിടെ എൻ്റെ കാര്യങ്ങൾ പറയാൻ റെഡിയാണ്. ആർക്കാണ് എന്നെ വേണ്ടത്? ആസ്ക് മീ, ഐ വിൽ ടെൽ യു ദ ട്രൂത്ത്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ആരും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാരണം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതും കൂടിയും ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ I know what is the truth, that I will raise my voice anywhere. Nobody can stop me. ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും സത്യം ജയിക്കട്ടെ. പിന്നെ സജീർ ആഗ്രഹിക്കുന്ന നീതി സജീറിന് കിട്ടട്ടെ. അപ്പം Hopefully. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you so much.